ನಮಸ್ಕಾರ ವೀಕ್ಷಕರೇ, ESB ಕ್ರಿಯೇಷನ್ಸ್ ಪಂಜ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ಗೆ ನಿಮಗೆಲ್ಲ ಮತ್ತೊಮ್ಮೆ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಸ್ವಾಗತ. ಸುಳ್ಯ ತಾಲೂಕು ಅಮರಮೂಡ್ನೂರು ಗ್ರಾಮದ ಕುಕ್ಕುಜಡ್ಕ ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ವರ್ಷಾವಧಿ ಒತ್ತೆಕೋಲ ಮಹೋತ್ಸವದ ಪ್ರಯುಕ್ತ ಶ್ರೀ ದೈವದ ಅಗ್ನಿ ಪ್ರವೇಶ ಮತ್ತು ಅಭಯ ನುಡಿಗಳ ಸಂಪೂರ್ಣ ದೃಶ್ಯರೂಪಕವನ್ನು ಇವತ್ತಿನ ಸಂಚಿಕೆಯಲ್ಲಿ ನೋಡಿಕೊಂಡು ಬರೋಣ.
രണ്ട് സൈഡ് ഇറക്കി നിൽക്ക്. നല്ലത് കാത്തൽ മെയിൻ വേണ്ടി. കുറച്ച് ഈസി നോക്കി.
മതാമ്പസ് പൊട്ടിയിട്ട് അഗ്നിയിലെ കൈയെടുത്തു പോരുന്ന ആ കാലം എന്റെ ഒരു വളർവച്ചത് ഭയം വന്നു പോയോ കരുനാഥിമാരെ? ഭയം വന്നു പോയോ? ഇല്ല ഇല്ലേ? എട്ടില്ലമെന്നേക്കുന്നതായ വെട്ടിക്കകത്ത് എട്ടില്ലത്തിൻ്റെതായിരിക്കുന്നതായ നാമധേയത്തെ എഴുതുന്നാരായും കൂടാതെ തക്കവണ്ണം എഴുതിക്കുത്തി പ്രമാണിച്ചു വച്ചിരിക്കുന്നതായ അനുഭവമല്ലേ ലേഖനനാഥിമാരെ? ഭയപ്പാടുണ്ടാവില്ല. അറിയാമല്ലോ ഭഗവാനെ, എട്ടില്ലത്തിൻ്റെതായിരിക്കുന്നതായ കരുമനാഥിമാരെ അറിഞ്ഞതിന് പോലെ മറ്റാരറിഞ്ഞിട്ടുണ്ട്? ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്നിരക്കുന്നതായ അനുഭവത്തിങ്കൽ അടി മുതൽ മുടി വരെ അടി മുതൽ മുടി വരെ ഭഗവാൻ എന്നിരിക്കുന്നതായ നാമധേയത്തിൻ്റെതായിരിക്കുന്നതായ ശക്തി നിങ്ങൾക്കുള്ളത് പൂർവ്വകാലത്തുള്ള ബന്ധമല്ലേ കരുണാധിമാരിയത് അല്ലേ? പാലന്താഴിക്കണ്ണൻ എന്നിരിക്കുന്നതായ പശുക്കിടാവിനെ വിട്ടുകൊടുത്തിട്ട് എട്ടില്ലമെന്നിരിക്കുന്നതായ നരകുലത്തെ ഉപന്നെടുത്ത പരദേവതയല്ലേ? ആ പരദേവതയോട് ഭയമുണ്ടാവുമോ കരുണാധിമാരെ? ഉണ്ടോ? ഭയത്തിങ്കൽ വെച്ച വളരല്ലല്ലോ. അറിയാം, ഭഗവാനും അറിയാം ഭയത്തിങ്കലല്ല നിങ്ങൾ വളർവച്ചത്. എന്തേ? സൃഷ്ടിപ്പാൻ ബ്രഹ്മനും സംഹാരത്തിന് ഈശ്വരനുണ്ടെങ്കിലും സ്ഥിതി ഉറപ്പുവരുത്തുന്നത് വൈകുണ്ഠമൂർത്തി തന്നെ. പരവതാനിയില്ലാത്തതായ പരദേവത ഇല്ലേ? പരവതാനിയില്ലാത്തതായ പരദേവത അല്ലേ? എല്ലാ ദേവീ ദേവന്മാരും ഊരം കുളിച്ച് മാടം കയറിയാലും പരവതാനിയില്ലാത്തതായ പരദേവത വീണ്ടും നിങ്ങളെ പരിരക്ഷിക്കുവാനായിക്കൊണ്ട് ഇങ്ങനെയുള്ളതായ ഭൂലോകം മുമ്പേതമായിട്ടും ഇത്രവരേക്കും നിലനിന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൊല്ലിയല്ലോ, എന്ന് തുടങ്ങിയ ബന്ധം പറയാം, ബന്ധങ്ങൾ പറയാം, ബന്ധുത്വങ്ങൾ പറയാം, ബന്ധം കൊണ്ട് നിങ്ങൾ നേടിയതും പറയാം. കേട്ടോ കരുണാധിമാരെ? ഇന്നത്തെ ദിനത്തിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ ഇങ്ങനെയുള്ളതായ കന്യരാശി ആധാരമായിട്ട് ഇല്ലേ കഴിഞ്ഞ രാത്രി മുമ്പേതമായിട്ടും പാടിക്കെട്ടിയിരിക്കുന്നതായ താളിയോല ഗ്രന്ഥങ്ങളെ ഒന്ന് അഴിച്ച് തലയക്ഷണം നോക്കിയിട്ട് വീണ്ടും പൂർവ്വശോഭയോട് കൂടിയിട്ട് പുലർക്കാലത്തിങ്കൽ ആദ്യകാലത്തിങ്കൽ കണ്ടതുപോലെ ആദ്യം കാലത്തിങ്കൽ കണ്ടതുപോലെ നിങ്ങളുടേതായിരിക്കുന്നതായ കരുത്തിൻ്റെതായിരിക്കുന്ന പൊരുളിൻ്റെ സത്യത്തെ അറിഞ്ഞും കൊണ്ട് ആദ്യമായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് മുഖം തന്നു അല്ലേ? മറ്റാർക്കെങ്കിലും കൊടുത്തു? ഇപ്പോൾ ഭഗവാൻ കൊടുത്തുവാ? ഇതിൽ പരം മറ്റെന്ത് ഭാഗ്യം വേണം കരുണാധിമാരെ നിങ്ങൾക്ക്? വേണോ? ഇതിൽ പരം മറ്റൊരു ഭാഗ്യം വേണോ? ഇല്ല. ഇത് ഇതാണ് പറഞ്ഞത് പൂർവികമായിരിക്കുന്നതായ ബന്ധം അല്ലേ? ആർക്കെങ്കിലും എന്നെ തടുക്കാൻ പറ്റുമോ? ആരെങ്കിലും എന്നെ നിർത്താൻ പറ്റുമോ? ഇല്ല. എട്ടില്ലത്തിൻ്റെതായിരിക്കുന്നതായ ഒരു കുരുന്ന് മതി. അതാണ് എട്ടില്ലമെന്നിരിക്കുന്നതായ ആ ബന്ധത്തിൻ്റെ ആഴം. പാലന്താഴിക്കണ്ണൻ എന്നിരിക്കുന്നതായ പശുക്കിടാവിനെ വിട്ടുകൊടുത്തിട്ട് നിങ്ങളെന്നിരിക്കുന്നതായ നരികുലത്തെ മുന്നെടുത്തതും ഈ പരദേവതയല്ലേ? ഈ പരദേവത ആദികാലത്തിങ്കൽ പൂർവികന്മാർക്ക് നൽകിയതുപോലെ അതേ ഭാഗ്യമിത നിങ്ങൾക്കും വാരിക്കൂരിൽ തരുന്നു കേട്ടോ. വാണാളായിട്ടും വർദ്ധനമായിട്ടും അഴകായിട്ടും ആയുസായിട്ടും അന്യഫലമായിട്ടും കുഞ്ഞിനെ കുടിച്ചിരിക്കുന്നതായ പാലിൻ്റെ മനമാധുര്യമായിട്ടും എല്ലാ വിധങ്ങളിലും വാരിക്കൂരിൽ തരുന്ന എല്ലാ കാര്യങ്ങളും
പ്രാർത്ഥിക്കുന്നുണ്ട്. പരമാർത്ഥമായിരിക്കുന്ന പുണ്യം സനത സനാതന സനന്ദന സനത്കുമാര പ്രഭുക്കന്മാരായിരിക്കുന്ന അഷ്ടാംഗ യോഗിവര്യന്മാരും പോലും ആഗ്രഹിച്ചു ഭൂമിയിലൊരു ഉൾക്കൊടിക്കും തൊമ്പായിട്ട് പോലും ഒന്ന് ജനിച്ചു പോരുവാൻ. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെയുള്ളതായ നാരായണൻ കലിയുഗത്തിങ്കല്ലൊരു അവതാരമുണ്ട്. ആ അവതാരത്തെ കാണുവാനും ആ അവതാരത്തെ സ്പർശിക്കുവാനും ദർശനാദി സ്പർശന ഭാഗ്യത്തെ ഏറ്റുവാങ്ങിപ്പോരുവാനും ഒരു ഭാഗ്യം ഞങ്ങൾക്ക് സിദ്ധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് സനത്കുമാര പ്രഭുക്കന്മാർ ആഗ്രഹിച്ചത്. അവർക്ക് സിദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് സാധിച്ചോ ഭരണാധിമാരെ? സാധിച്ചോ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് യാതനകളും വേദനകളും കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കതിനാലും സഹിച്ചാലും എന്തൊക്കെ കേൾക്കേണ്ടി വന്നു നിങ്ങള്, എന്തൊക്കെ ചെയ്യേണ്ടി വന്നു നിങ്ങള്. യാഗം ചെയ്തുവോ? പൂജ ചെയ്തുവോ? ഇല്ല. സഹനങ്ങൾ വേണ്ടി വന്നു. ഇല്ലേ കരുനാഥി? സഹനങ്ങൾ വേണ്ടി വന്നില്ലേ? ഇല്ലേ? സഹനങ്ങൾ വേണ്ടി വന്നു നിങ്ങൾക്ക്. അനന്തര ഫലമോ? നാരായണനെ നിങ്ങൾക്ക് നിറശോഭയോട് കൂടിയിട്ട് കാണുവാൻ സാധിച്ചു. ഇനി എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം കരുണാധിമാരെ. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ധനം വേണോ? ധാന്യം വേണോ? വീര്യം വേണോ? ആരോഗ്യം വേണോ? എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇല്ലേ? കാമധേനുവല്ലേ നാരായണൻ? കൽപ്പവൃക്ഷമായിട്ട് വെൺകുറ്റപ്പുല കുല ചൂടിയിട്ട് ആദിത്യൻ്റെതായിരിക്കുന്ന കഠിനമായിരിക്കുന്ന താപം വരുന്ന കാലത്ത് ആശ്രയമായിട്ട് നിലനിന്നില്ലേ കരുണാധിമാരെ? ആശ്രയമായിട്ട് നിലനിന്നു. കണ്ണിലെ കണ്ണുനീര് അകറ്റിയിട്ടുണ്ട്. നിങ്ങളെന്നിരിക്കുന്ന ദുഃഖത്തെയും ദുരിതങ്ങളെയും ദൂരീകരിച്ചിട്ടുണ്ട്. എല്ലാം നാരായണൻ്റെതായിരിക്കുന്ന ശക്തി. അതിലും നിങ്ങളെന്നിരിക്കുന്ന വംശഫല ഗുരു പരമ്പരയുടേതായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അറിയാമല്ലോ എൻ്റെതായിരിക്കുന്ന കന്യാഭ്രാന്തൻ. ഇല്ലേ? കന്യാഭ്രാന്തൻ്റെ മഹാപുണ്യം. അങ്ങനെ അച്ഛനായിട്ടും അച്ഛയായിട്ടും തായിയായിട്ടും തണലായിട്ടും എല്ലാ മഹാഭാഗ്യം ഞങ്ങൾ തന്നെ മുരഹരന്മാരായിട്ടാണ് നൽകി തന്നത്. അതുകൊണ്ട് ഈ ദേവൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടുവോളം പുണ്യത്തെ തരാം. ആയതുകൊണ്ട് കണ്ടിരിക്കുന്ന പരമാർത്ഥത്തിക്ക് 2 പന്തി കൂടി അടിക്കുന്നു കരുണാധിമാരെ. ശേഷം സർവ്വ കൂട്ടുകാര്യങ്ങൾ ചൊല്ലിക്കരിക്കാം. എല്ലാവരോട് തന്നെ ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം.
ശോഭനമാണോ? നാരായണത്തിലായിരിക്കുന്ന കൊണ്ടാട്ടം കാണുവാനല്ലേ ഭൂലോകം ഭേദമായിട്ടും ഭക്തജനങ്ങൾ തടിച്ചുകൂടിയത്. അവരുടേതായിരിക്കുന്നതായ കണ്ണിന്നിമ്പമേകുവാനായിക്കൊണ്ട് 2 പന്തി കൂടി അടിക്കട്ടെ. അല്പത സമാധാനമാണെങ്കിലും വിധാതാവിന്റെ കരത്തിങ്കൽ നിന്നിട്ടും വേദത്തെ അപഹരിച്ചിട്ട് ഹയഗ്രീവൻ ആഴമേറിയിരിക്കുന്നതായ സാഗരത്തിങ്കിലേക്ക് പോയി ഒളിച്ചു. അതിന്റെ അടിത്തട്ടിൽ ദേവരാമേ, അതിന്റെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്നതായ ഹയഗ്രീവനെ തേടിപ്പിടിച്ചിട്ട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് വേദാവിൻ്റെതായിരിക്കുന്ന വേദത്തെ ഭഗവാൻ വീണ്ടെടുത്തിട്ടുണ്ട്. വേദാന്ത വേദിനായിട്ടും നിലനിന്നിട്ടുമുണ്ട്. അത് വേഗതയിലല്ലോ, അല്പത താമസമേറിയാലും ഇതിൻ്റെതായിരിക്കുന്ന അടിത്തട്ടിലുള്ളതായ എന്ത് കാലുഷ്യമാണെങ്കിലും നാരായണൻ തച്ച് തകർക്കും. അതിന് 2 പന്തി കൂടി അടിക്കട്ടെ. ശേഷം സർവ്വകൂട്ടുകാര്യങ്ങളും ചൊല്ലാം. തച്ചിരിക്കുന്നതായ അധിപൻ, എൻ്റെതായിരിക്കുന്ന തന്ത്രിവര്യന്മാര് അവർ കൈയെടുക്കട്ടെ. അതിനുശേഷം അല്പത ശാന്തമാവാം. വെടിങ്ങനെ തന്ത്രി മായിപ്പെടുക്കട്ടെ. തന്ത്രിമാരെ മായിപ്പെടുക്കട്ടെ. തന്ത്രിമാരെ, കുടുംബാംഗന്മാരെ, സന്തോഷമായോ തന്ത്രി? സന്തോഷമായോ? എത്രയോ കാലം നിങ്ങളെന്നിരിക്കുന്നതായ പൂർവ്വസൂനുക്കള് ഇല്ലേ, പൂർവ്വപിതാമഹന്മാര് ഭഗവാന്റേതായിരിക്കുന്നതായ ശക്തിയെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞിക്കിടാങ്ങളെ തൊക്കിയെടുത്ത് രക്ഷിച്ചു പോരുവാനായിക്കൊണ്ട് ഇങ്ങനെയുള്ളതായ പുത്തൂർ മഹാലിംഗേശ്വരൻ്റെതായിരിക്കുന്നതായ മണ്ണിങ്കിലും നാടുവാഴുന്നതായ സത്യങ്ങൾക്കും ശക്തിയില്ലായ്മ കൊണ്ടല്ല. ഞങ്ങൾ നിരക്കുന്നതായ കുഞ്ഞുകുട്ടി ആവാല വൃദ്ധജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്നതായ ആരോഗ്യ സൗഖ്യത്തെ നേടുവാനും അവർക്ക് കണ്ടുണ്ട് രസിക്കുവാനും ദർശനാദി സ്പർശന ഭാഗ്യത്തെ ഏറ്റുവാങ്ങി പോരുവാനും ശക്തിയുള്ള ഒരു ചൈതന്യം വേണമെന്ന് കണ്ടു കരുതിയിട്ടാണ് ആദ്യകാലത്തിൽ ഞങ്ങളെ ഇവിടെ കൂടിയിരിക്കിയത്. ഇല്ലേ തന്ത്രി? അന്ന് തൊട്ട് ഇന്നേ വരെ നിങ്ങൾക്ക് വേണ്ടുന്നതായ സർവ അനുകൂല മഹാത്മ്യങ്ങളും നൽകി തന്ന് രക്ഷിച്ചതല്ലേ ഈ പരദേവത, അല്ലേ തന്ത്രി? ആ ദേവനെ തന്നെയാണോ പുലർകാലത്തിങ്കൽ ഇന്ന് നിങ്ങൾ കണ്ടത്? ആണോ? ആയോധനം ചെയ്തിരിക്കുന്നതായ ഈ വൈകുണ്ഠമൂർത്തിയെ തന്നെയാണ് പൂർവികന്മാരായിരിക്കുന്ന ചൂരുക്കൾ ഇവിടെ പ്രതിഷ്ഠ കഴിച്ചത്. അതിൻ്റെതായിരിക്കുന്നതായ മഹാത്മ്യം ഇന്നും കുറഞ്ഞിട്ടില്ല, അല്ലേ തന്ത്രി? നിങ്ങൾ ആവോളം അതിനെ പരിപോഷിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെതായിരിക്കുന്ന മഹാപുണ്യങ്ങളും നിങ്ങൾക്ക് ആവോളം ഭഗവാൻ തന്നിട്ടുണ്ട്, ഇല്ലേ തന്ത്രി? എന്ന് തുടങ്ങിയ ബന്ധം ഇതൊക്കെ അല്ലേ? എന്ന് തുടങ്ങിയ ബന്ധം വരുണനെ സേവിച്ച് വാരാർ നദിയെ നീക്കം ചെയ്ത് കേരളം 160 കാലം ഭൂമി ഉണ്ടാക്കിയ കാലം അല്ലേ? ഞാനല്ലേ എന്നുണ്ടാക്കിയത്? പരശുരാമ അവതാര കാലത്ത് ഭഗവാനാണ് അതുണ്ടാക്കിയത്. എന്നിട്ടോ ആ ഭൂമിയിങ്കൽ സത്യമായിരിക്കുന്ന അനുഭവം വേണമെന്ന് കരുതിയിട്ട് 1008 ശിവക്ഷേത്രം, 108 ദുർഗാലയം, 18 കോട്ടപ്പടി, ഭൂതങ്ങളുടെ മാടക്കൊട്ടില്, പരദേവതകളുടെ പരദേവത സ്ഥാനങ്ങള് ഒക്കെ ഇതിനാലും ഉണ്ടാക്കി. അന്ന് അതിനെ കർമ്മിച്ചു പോരണം, ലേ തന്ത്രി? ഏത് പ്രതിഷ്ഠ ചെയ്തിട്ടും കാര്യമില്ല, അതിനെ കർമ്മിച്ചു പോരണം, പരിപാലിച്ചു പോരണം. അതിനു വേണ്ടിയിട്ട് തരണനല്ലൂരും തായനല്ലൂരും ആദിയായിരിക്കുന്ന 2 തന്ത്രിവര്യന്മാരെ വരുത്തി. അന്ന് തുടങ്ങിയ ബന്ധമല്ലേ? പരശുരാമ അവതാര കാലത്ത് ഞാൻ തന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ തന്ത്രി? ഇല്ല. ഞാൻ നേരത്തെ ചൊല്ലിയതുപോലെ സൃഷ്ടിപ്പാം ബ്രഹ്മനും സംഹാരത്തിന് ഈശ്വരനുണ്ടെങ്കിലും സ്ഥിതി ഉറപ്പുവരുത്തുന്നത് ഈ വൈകുണ്ഠമൂർത്തി തന്നെ. യുദ്ധം ചെയ്തവനും ശരണം പ്രാപിച്ചവനും മോക്ഷത്തെ നൽകുന്നത് ഈ ഭഗവാനല്ലേ തന്ത്രി? ആ ഭഗവാനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലേ? ഇതിൽ പരം മറ്റൊരു മഹാപുണ്യമില്ല തന്ത്രി, കേട്ടോ? ഏതായാലും ആ പൂർവികന്മാർക്ക് നൽകിയിരിക്കുന്ന മഹാഭാഗ്യം ഇതാ ഭഗവാൻ പാരിക്കോരി തരുന്നു, കേട്ടോ? ആദ്യമായിട്ട് കണ്ടിരിക്കുന്നതായ അനുഭവത്തിങ്കൽ ഭഗവാൻ തരുന്നത് നിങ്ങൾ അന്നിരിക്കുന്നതായ ബ്രഹ്മകുലത്തിന് വേട്ടവേളിക്കും ബ്രഹ്മനൂലിനും അശ്വത്ഥ പ്രദക്ഷിണത്തിനും മകരായൊരു കൂടാണ്ട് തക്കവണ്ണം പരിപാലിച്ച് സംരക്ഷിച്ചു കൊടുക്കാനായിരിക്കും.
ഈ നാരായണൻ എന്നും നിങ്ങൾക്ക് അനുകൂലദേവനായിട്ടുണ്ടാകുമെന്ന് കണ്ട് കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാവട്ടെ. 2 പന്തി കൂടി അടിച്ചതിന് ശേഷം സർവ്വകൂട്ട് കാര്യങ്ങൾ ചൊല്ലിക്കേൾക്കാൻ കേട്ടോ. മായാലോകത്തിനും മായാലീലകൾ കാട്ടിയിരിക്കുന്ന നാരായണനല്ലേ? ഇല്ലേ? അമ്മ ചോദിച്ചു വായിൽ എന്തുണ്ട് കണ്ണാ എന്ന്. ആ ചോദിച്ച നേരത്ത് ഭഗവാൻ വായിൽ കാണിച്ചത് എന്താണ്? മണ്ണ് മാത്രമാണോ? വിണ്ണ് മാത്രമാണോ? സർവചരാചരം മാത്രമാണോ? ഈ അമ്മയെ പോലും കാട്ടിക്കൊടുത്തില്ലേ നാരായണൻ? അങ്ങനെയുള്ളതായ നാരായണന്റെ മായാലീലകളെ പല വിധത്തിലില്ലേ, പല രീതികളില്ലേ? ആ മായാവിലാസങ്ങളെ അറിഞ്ഞവരും നിങ്ങളല്ലേ? അതാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. അല്പത കാലതാമസമുണ്ടെങ്കിലും ഇങ്ങനെയുള്ളതായ അഗ്നിങ്കൽ ഇല്ലേ, പലവിധമായിരിക്കുന്നതായ അഗ്നിയില്ലേ, നിത്യാഗ്നിയുണ്ട്, വിരജാഗ്നിയുണ്ട്, ഔവസനാഗ്നിയുണ്ട്. അതിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഹോമാഗ്നിയല്ലേ? ആ ഹോമാഗ്നിയല്ലേ നിങ്ങൾക്ക് ഭഗവാൻ എടുത്തു തന്നത് അല്ലേ? ആ ഹോമാഗ്നി നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ളതായ തീയിൽ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ശക്തിയാണോ? ആണോ ധന്യവാദിമാരെ? നാരായണൻ തന്നത് തന്നെ. അതുകൊണ്ട് അതേ നാരായണൻ നിങ്ങൾ ദേഹപ്രയത്നങ്ങൾ കൊണ്ട് കൂട്ടിയിരിക്കുന്നതായ ഈ വന്യെ ആ അഗ്നിങ്കൽ അടങ്ങിയിരിക്കുന്നതായ എന്ത് കാഠിന്യമുണ്ടെങ്കിലും എല്ലാം തകർത്തിട്ട് ഏറ്റവും ശീതളമായിരിക്കുന്നതായ ഹോമാഗ്നി നിങ്ങൾക്ക് മാത്രമല്ല എൻ്റെ തന്ത്രിവര്യന്മാർക്കും വാരിക്കോരി കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 2 പന്തി കൂടി മലർന്നു തന്നെ അടിക്കട്ടെ. ഭയമുണ്ടോ? എട്ടില്ലമെന്നേക്കുന്നതായ അനുഭവത്തിങ്കൽ വച്ച വളരെ തട്ടി നീക്കുന്നില്ല നാരായണൻ. ഇത്ര വരേക്കും നീക്കിയിട്ടുമില്ല. വേദന ഉണ്ടാവുമോ ഭഗവാൻ ചെന്നാൽ? 1 പന്തി കൂടി കൈയെടുത്താൽ നിങ്ങൾക്ക് വേദനയുണ്ടാവുമോ? ഏതായാലും നിങ്ങളുടേതായിരിക്കുന്ന തൊഴുകഴി ഇല്ലേ, തൊഴുകൈക്ക് പെരുവഴി വരുത്തിയ നാഥനല്ലല്ലോ. എട്ടില്ലം വെച്ചിരിക്കുന്നതായ വളർന്ന് ഇത്ര വരിക്കും പത്തി നീക്കിയ നാഥനുമല്ല. നിങ്ങളുടേതായിരിക്കുന്ന അപേക്ഷയെ ഉപേക്ഷിച്ച നാഥനുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം മലർന്ന് കാണാം കേട്ടെ. ശേഷം സർവ്വകൂട്ടായിരുന്നു ചോദിക്കാം.
കാലമായിട്ട് പരമഭക്തോത്തമനായിരിക്കുന്നതായ എൻ്റെ തന്ത്രി ഇല്ലേ, പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല, ഭഗവാൻ അറിയാം. ഭക്തി മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളെന്ന് നിൽക്കുന്നതായ പിതാമഹന്മാർ നിങ്ങൾക്ക് പാലിൽ പകർന്നു തന്നത്. അതാണ് ഭക്തി. ഭക്തിക്ക് തക്കവണ്ണമുള്ളതായ മുഖ്യാർത്ഥത്തെ തന്നതും ഭക്തവത്സലനായിരിക്കുന്ന നാരായണൻ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവില്ല. നിങ്ങളെ അറിഞ്ഞും കൊണ്ട് പല ദേശത്തിൽ നിന്നിട്ടും ഇല്ലേ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ പാലാഴിക്ക് സമമായിരിക്കുന്നതായ ഈ മായ്പടുക്കത്ത് കരിരാശാധാരമായിട്ട് കൈയെടുത്തിരിക്കുന്നതായ ഇല്ലേ ബന്ധുക്കളുണ്ടാവും, ബന്ധുത്വങ്ങളുണ്ടാവും. കാലാവസ്ഥയും കലിയുടെ മഹിമയും ഇങ്ങനെയുള്ളതായ നാരായണന് പകർന്നുവെന്ന് കൈകൊട്ടി ഭാസിക്കുവാനുള്ളതായ ഇടവരുത്തണ്ട. തെക്കരും വടക്കരും മറുവരും അനന്തരവരും കൂടിപ്പിരിയുന്നതായ മഹായോഗസ്ഥലം തന്നെ ഇങ്ങനെയുള്ളതായ മായ്പടുക്കത്ത് കരിരാശി. അതുകൊണ്ട് ആ പരിഹാസത്തിൻ്റെ വരുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ഇല്ലേ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് സംവത്സരത്തിങ്കൽ ഒരു നേരം കാണുന്നതല്ലേ ഇങ്ങനെയുള്ളതായ നാരായണന്റെ ബന്ധാട്ടം. അതുകൊണ്ട് അല്പത 2 പന്തി കൂടി അടിച്ചതിന് ശേഷം എന്തേ കാലതാമസം വന്നു പോയോ തന്ത്രി? അല്ല, കണ്ട് നിറഞ്ഞു പോയോ നിങ്ങൾക്ക്? എത്ര കണ്ടാലും നിങ്ങൾക്ക് നിറയില്ല, മതി വരില്ല. ഇങ്ങനെയുള്ളതായ മധുരപൂവാകുന്ന മംഗളാംഗന്റെ മായാലീലകളിൽ അകപ്പെടുത്താണ് തക്കവണ്ണം നിങ്ങളെ പരിപാലിച്ച് രക്ഷിച്ചിരിക്കുന്നതായ ഇങ്ങനെയുള്ളതായ വൈകുണ്ഠമൂർത്തിയുടെ മായാവിലാസത്തിങ്കലൊന്നും എടുത്താതെ ഇത്രവരേക്കും നിങ്ങൾ രക്ഷിച്ചതായ ദേവനെ എത്ര കണ്ടാലും നിങ്ങൾക്ക് മതി വരില്ല. ഇല്ലേ, ഒരു പന്തി കൂടി അടിച്ചതിന് ശേഷം ചിന്തിച്ചാൽ പോരെ തന്ത്രി? ഇരിക്കട്ടെ, ഇത്രവരേക്കും അപേക്ഷയെ ഉപേക്ഷിച്ച നാഥനല്ലോ. അറിയാം, നിങ്ങൾക്ക് പലതും പറയുവാനുണ്ട്, എനിക്ക് കേൾക്കുവാനുമുണ്ട്, എനിക്ക് പറഞ്ഞു തരുവാനുമുണ്ട്. അതിന് വേറെ വേളകളുണ്ടല്ലോ. നമുക്ക് നമ്മുടേതായിരിക്കുന്ന നേരമുണ്ട്. ഇലമൂലത്തിങ്കൾ പരാശക്തിയായിരിക്കുന്നതായ അഖിലാണ്ടത്തെയും രക്ഷിച്ചിരിക്കുന്നതായ മാതാവ്, ഉമയായിട്ടും രമയായിട്ടും ഭുവനരക്ഷകമായിട്ടും നിലനിന്നിരിക്കുന്നതായ ആ മഹാമായ നിങ്ങളെന്നിരിക്കുന്നതായ അഗ്രശാല മാതാവായിട്ട് പൂജിച്ചിരിക്കുന്നതായ മഹാലക്ഷ്മിയുടെ സമഷ്ടം അല്ലേ ഇല്ലത്തിങ്കൽ തന്നെ കൈയെടുത്തിട്ട് ഒരുപാട് കഥകളും കാര്യങ്ങളും ചൊല്ലിക്കഴിക്കാനുണ്ട്. ആ കാലനിരത്തുങ്കിൽ ആവാം കുശലാന്വേഷണം അഗ്നിയുടേതായിരിക്കുന്നതായ മുമ്പിൽ നിന്നിട്ടും ഞാൻ അരേഖം ചൊല്ലുന്നില്ല. നിങ്ങളെന്നിരിക്കുന്നതായ വളരെ ഭഗവാൻ തട്ടി നീക്കുന്നില്ല. എല്ലാവർക്കും സമ്മതമായിരിക്കുമോ? എങ്ങനെ തന്ത്രി കണ്ടു നിങ്ങൾക്ക്? എല്ലാവർക്കും നിറഞ്ഞു നാരായണൻ്റെതായിരിക്കുന്നതായ നാരായണ ലീലകൾ പാരായണം എത്ര കേട്ടാലും എത്ര കണ്ടാലും മതി വരില്ല, തീരില്ല. അതല്ലേ ഭഗവാന്റെ വൈഭവം. അതുകൊണ്ട് ചുരുക്കി കണ്ട് താര് പിടിക്കാം. ഇനിയും ഒരുപാട് കാര്യകർമ്മങ്ങൾ ചെയ്തു പോരുവാനുണ്ട്. ഇല്ലേ, ഭൂലോകം മുമ്പേതമായിട്ടും ഭഗവാൻ ഉലകഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മഹാരഥന്മാരായിരിക്കുന്ന ഭക്തോത്മന്മാർക്ക് വേണ്ടുന്നതായ എല്ലാ അനുകൂലങ്ങളും പറഞ്ഞു കൊടുക്കണം. കർമ്മങ്ങളുണ്ടെങ്കിൽ അതിൽ ചെയ്തു കൊടുക്കണം. പരമാണു പൊരുളിലും സ്ഫുടമായി വിളങ്ങുന്നതായ പരമപ്രകാശത്തെ ആ ജ്യോതിസിൻ്റെതായിരിക്കുന്ന വൈഭവം ഭക്തന്മാരുടെ ഹൃത്തടത്തിലേക്ക് ചേർന്ന് ഒഴുകിക്കൊടുക്കണം. അതിനാണ് ഭഗവാൻ ഈ ഭൂലോകം മുമ്പേതമായിട്ട് മുലകഴിച്ചത്. അതുകൊണ്ട് അനേകം ഞാൻ ചൊല്ലുന്നില്ല തന്ത്രി. കണ്ടിരിക്കുന്ന പരമാർത്ഥത്തിങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സമംഗളം മംഗളം അല്ലേ ഇല്ലേ തന്ത്രി? നിങ്ങളെന്നിരിക്കുന്നതായ ഹൃത്തടത്തിങ്കൽ ഉള്ളതും അത് തന്നെയല്ലേ, ഭാഗവത പുരുഷനല്ലേ. ഓം നമോ വാസുദേവായ എന്നിരിക്കുന്നതായ മന്ത്രോച്ചാരണങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം കഴിച്ചത്. അതും നാരായണനല്ലേ, അതും ഈ ഭഗവാനല്ലേ. അതുകൊണ്ട് ചുരുക്കി കണ്ട് താര് പിടിക്കാൻ കണ്ടിരിക്കുന്ന പരമാർത്ഥത്തിങ്കിൽ എല്ലാവർക്കും ഗുണം വരണമെന്നിരിക്കുന്ന ഞാൻ മൊഴിയെടുത്ത് നിശ്ചയിക്കുന്നു കേട്ടോ. കൂടാ
കണ്ണു പുലർത്തുക. സന്തോഷം. ഇങ്ങനെയുള്ളതായ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരുവാനായിക്കൊണ്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത് തന്നെ. സമംഗളം, എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു കേട്ടോ. സർവ്വകൂട്ടുകാരിക്കും ശേഷം ചൊല്ലിക്കളിക്കാൻ എല്ലാവരോടും തന്നെ ഓർത്തു. ഒൻപതിലും കല്ലാടിമാരെ എങ്ങനെ നിങ്ങൾക്ക് തികഞ്ഞുവാ? ഉരുണ്ട് വരണ്ട് കളിക്കുന്നതല്ലേ നിങ്ങൾ? നാരായണനായിരിക്കുന്ന ആ മഹാത്മ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് തൊട്ടറിഞ്ഞുകൊണ്ട് ശക്തിയായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. തികഞ്ഞോ? മതിയാവും. ഒരു വേളയെങ്കിലും ഇങ്ങനെയും കൂടി പിരിഞ്ഞാൽ മതി അല്ലേ? ഭഗവാന്റെ സ്പർശനം, ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ ഗന്ധം, അതെല്ലാം നിങ്ങൾ നിരക്കുന്നതായ അകതാരിലുണ്ട്. ഇതാ ഭഗവാൻ വീണ്ടും വാരിക്കോരി തരുന്നു കേട്ടോ. എല്ലാവർക്കും ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം. ചേട്ടാ തന്ത്രി ഇനി എങ്ങനെ പന്തി മടക്കാലോ? കൊണ്ട തിക്കൽ പെരുവന്റെ അന്തർവൻ പണിക്കറേ എല്ലാവരും മടിയന്താ പെരുവൻ. ശേഷം പുഴാതി വടക്കുംകര 14 കൂട്ടം ത്രവാടികളിൽ മുമ്പസ്ഥാനം താഴെപ്പടത്തവന്റെ അന്തർവൻ പണിക്കറേ കോലപ്പെരുവലൻ താഴെപ്പടത്തവന്റെ അന്തർവൻ തിക്കൽ പെരുവന്റെ അന്തർവൻ പണിക്കറ വാ. പണിക്കറേ 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 കല്ലാടിമാരെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുകൂലം. കൈയെടുക്കുന്നോ കല്ലാടിമാരാരെങ്കിലും? മായപ്പടക്കത്ത് കന്യാസിയുടേതായിരിക്കുന്ന ശക്തി മഹാത്മ്യത്തെ അറിഞ്ഞിരിക്കുന്ന അഗ്നിയിലേക്ക് കൈയെടുക്കുന്നു. കഴിഞ്ഞല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തിങ്കിലാണ് നീ നിലകൊള്ളുന്നത്. ഏറ്റവും മതിച്ചവന്റെ മതത്തെ അടക്കിയിട്ടുണ്ട് നീ. അതുപോലെ ഇങ്ങനെയുള്ളതായ ധനുരാശി ആധാരമായിട്ട് എന്നെ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ തന്ത്രിവര്യന്മാരുടെ ഏറ്റവും അനുകൂലന്മാരായിരിക്കുന്ന മർത്യന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന അനുകൂലത്തെയും കൊടുത്തു പോരണം. ഞാൻ നേരത്തെ ചൊല്ലിയതുപോലെ നിത്യാഗ്നിയായിട്ടും വിരജാഗ്നിയായിട്ടും ഉപസനാഗ്നിയായിട്ടും പല പല ഭാവങ്ങളിൽ നിനക്ക് നിലകൊള്ളാം. എങ്കിലും ഈ കന്യാരാശി ആധാരമായിട്ട് ഹോമാഗ്നിങ്കലാവട്ടെ നിന്റെ ഭാവം കേട്ടോ. ഞാൻ ചൊല്ലിയതിനെ കേട്ട് വിലക്കിയതിനെ ഒഴിഞ്ഞു നിലനിന്നു. നിനക്ക് വേണ്ടുന്നതായ അനുകൂലം ഞാനും തരാം. അതുകൊണ്ട് പടയം കൊടുത്തിയാ ഇരുകരങ്ങളും കൊണ്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെയുള്ളതായ രണ്ട് വരിക്കിൻ്റെ തണ്ണീർ ദാഹം അകറ്റി പോരുവാനുള്ളതായ ഒരു മഹാഭാഗ്യം വീണ്ടും സിദ്ധിച്ചു. മഹാഭാഗ്യമല്ലേ വിചാരിച്ചതല്ലല്ലോ. 9 ചുട്ടച്ചാൻ ശരീരത്തിനകം അല്ലേ? വാദത്താൽ 3 ചാൻ, പിത്തത്താൽ 3 ചാൻ, കഫത്താൽ 3 ചാൻ, ഇങ്ങനെയുള്ളതായ 9 ചുട്ടച്ചാൻ ശരീരത്തിനകത്ത് തളർച്ച വന്നു പോരുന്നതായ കാലനേരത്തെങ്കിലും ഭഗവാന്റേതായിരിക്കുന്നതായ കാലുകളിയാട്ടം അടിക്കുന്ന നേരത്തെങ്കിലും ഒന്ന് ഭയപ്പെട്ടു.
കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനുള്ളതായ കരുത്ത് കാരുണ്യമൂർത്തിയായിരിക്കുന്നതായ കനകാംബര പരിധാവനായിരിക്കുന്ന നാരായണന്റെ ശക്തിയിലേക്ക് തന്നെ ഞങ്ങളെ എത്തിക്കുമോ, അല്ല ഞങ്ങളെ ചാടിക്കളയുമോ എന്നിരിക്കുന്നതായ അല്പമാത്രമായിരിക്കുന്നതായ വേദനയും വിഷമവും ഭയവും ഉണ്ടായിരുന്നു. തളർത്തിയില്ലല്ലോ, തളർത്തിയിട്ടില്ല. നിങ്ങളെ ചവിട്ടിയത് മലരാണ്ട് തക്കവണ്ണം, പിടിച്ചത് പൊട്ടാണ്ട് തക്കവണ്ണം, പാറുന്ന ചിറകിന് തളർത്തു വരുത്താതെ കാകനും പരുന്തിനും വിട്ടുകൊടുക്കാണ്ട് തക്കവണ്ണം ഇത്രവരേക്കും പരിപാലിച്ച് രക്ഷിച്ചിരിക്കുന്നതായ പരമാണു പൊരുളിലും പ്രകടമായി വിളങ്ങുന്നതായ ഈ പരമപ്രകാശം എന്നതായിരിക്കുന്ന കരുണാദിമാരുടെ ചിത്രത്തിൽ ആവോളം വായിക്കൊഴി തന്നില്ലേ ഭഗവാൻ. ഇനിയും തരാം. ഇനിയും എന്ത് വേദനകളുണ്ടെങ്കിലും ആ വേദനകളെ എല്ലാം ഹനിച്ചു പോരുവാനും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പീയൂഷം കോരി അനുഭവിക്കുവാനും 9 ചുട്ടച്ചാൻ ശരീരം ഏറ്റവും കുളിർക്കുവാനും വേണ്ടിയിട്ട് ഭഗവാൻ ഈ 2 കരിക്കിൻ്റെ തണ്ണീർദാഹം എല്ലാ ഭാഗ്യങ്ങളും ഭഗവാൻ ഏറ്റെടുത്തു കൊണ്ട വാക്കുകളെ കൊണ്ടല്ല, മനസ്സ് നിറയ്ക്കട്ടെ. അല്ല, ഭഗവാന്റെ ഒരു ദർശനം സിദ്ധിച്ചുവല്ലോ, ഇനി ഭഗവാന്റെ സ്പർശനം വേണം. ഭഗവാൻ ഹൃദയത്തിൽ തൊട്ട് സ്ഥിരസിംഗളേക്ക് അമർത്തിക്കൊണ്ട് അത് കിട്ടില്ല. തിങ്കൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് കൊടുത്തു. തെക്കൽ തിരുവൻ്റെ അന്തരവൻ പണിക്കറേ, ശേഷം തലായപ്പുറത്തവൻ്റെ അന്തരവൻ, ശേഷം ഓലപ്പെരുവൻ്റെ അന്തരവൻ, ശേഷം മടിയന്താപുരവൻ്റെ അന്തരവൻ, തെക്കൽ പെരുവൻ്റെ അന്തരവൻ, തെക്കൽ പെരുവൻ്റെ അന്തരവൻ കഴിഞ്ഞില്ലേ. എത്ര കേട്ടാലും മതി വരില്ല. നിങ്ങൾ എന്നിരിക്കുന്നതായ ആ നാമധേയം ജലരേഖയായിട്ടല്ലല്ലോ ഭഗവാനിലുണ്ട്. ഭഗവാനെടുത്തത് ജലരേഖയായിട്ടല്ല, അല്ലേ ഭയപ്പെടുത്തുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ തലരേഖയായിട്ട് തന്നെയാണ് ഭഗവാൻ നിങ്ങളെ ഉപയോഗിക്കുന്നത്. സിംഹരാശി പല രാശികളുണ്ടല്ലോ, അതിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാശികളാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് മുഖം തരേണ്ടത് നിങ്ങൾക്ക് പൂർവികന്മാർക്ക് നൽകിയിരിക്കുന്നതായ അതേ അനുഭവത്തിൽ കർമ്മങ്ങൾക്ക് ഉൾക്കൊണ്ടേ മനസ്സ് സന്തോഷിച്ചോ. ലോകൈകനാഥന്റെ ശുഭാവതാരം സംഭവിച്ചിട്ട് ലോകൈകനാഥനാകുന്നായ തിരുനാമം കൊണ്ട് പൊഴിഞ്ഞിരിക്കുന്നതായ പൊടികൾ കേട്ട് 2 ചകടുകളും പുറത്തുവാറേ മനസ്സ് കുളിർത്തു, മനസ്സ് സന്തോഷിച്ചു. അതിനാൽ എന്താണ് ഇതിനപ്പുറം വേണ്ടത്? മനുഷ്യരായി ജനിച്ചാൽ ലോകൈകനാഥന്റെ ശുഭാവതാരം കൺകുളിർക്കെ കണ്ടാൽ ജന്മം സഫലമായില്ലേ തന്ത്രി? അങ്ങനെ നരജന്മം സഫലമാക്കാനാണോ നിങ്ങളെന്നിരിക്കുന്നതായ പൂർവികന്മാർ ഞങ്ങളെ ഇവിടെ പ്രതിഷ്ഠ? അതുകൊണ്ട് എങ്ങനെ സിദ്ധന്മാരായോ, പരമാർത്ഥന്മാരായോ? അന്ധകാരങ്ങൾ നീങ്ങിയോ, ആമയങ്ങൾ നീങ്ങിയോ? വായ്പെടുക്കട്ടെ തന്ത്രിമാരെ, എല്ലാം നീക്കിത്തരണം ഭഗവാൻ. ഇത്ര വരേക്കും നീക്കി തന്നിട്ടുമുണ്ട്. ഇല്ലേ,
എന്ത് ആമയങ്ങളുണ്ടെങ്കിലും എന്ത് പരിതാപങ്ങളുണ്ടെങ്കിലും സന്താപമാകുന്നതായ ചെന്തീക്കലിട്ട് കളയാണ്ട് തക്കവണ്ണം സന്തോഷവും താലോളവും നൽകി രക്ഷിച്ചതും വിശ്വസിക്കാം. ഇത്ര വരയ്ക്കും വിശിഷ്ട ആരാധിക്കുന്ന ആശ്വാസം പകർന്ന് തന്നിട്ടുണ്ടെങ്കിൽ കഞ്ഞിയില്ലാത്ത നേരത്ത് കഞ്ഞിയും കുഞ്ഞിയില്ലാത്ത നേരത്ത് കുഞ്ഞിയും ഉടുക്കുന്നതായ ത്രിവിലും ഉണ്ണുന്നതായ കഞ്ഞിക്കും പാട്ടത്തെ തീർത്തിട്ട് ആളോട് ചേർത്ത് ആ ഭഗവാനാണ് പൂർവികന്മാർക്ക് നൽകിയിരിക്കുന്നതായ മഹാഭാഗ്യം. പലതരത്തിൻ്റെ ആധാരമായിട്ട് ഭഗവാൻ തരുന്നു കേട്ടോ. പണാളായിട്ടും വർധനയായിട്ടും മടകായിട്ടും ആയുസായിട്ടും മണ്ണുള്ളി ഫലമായിട്ടും മുന്നമേ കുളിത്തിരിക്കുന്നതായ ബാല്യമണം അധീയമായിട്ടും എല്ലാ വായ്പോയി തരുന്നു. ഗുണം വരണം 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 കുടുംബാധികന്മാരെ എല്ലാം വിശദമായിട്ട് ഇതൊക്കെ കൊടുക്കണ്ടേ ഇങ്ങനെ ഇല്ലേ ഇല്ലേ അല്പമാത്രമായിട്ട് ഇരിക്കട്ടെ. മഹാഭാഗ്യം ദേശത്തിനും കാലത്തിനും അതീതമായി വർത്തിക്കുന്നതായ ദേശകാല പരിശുദ്ധരഹിതന്മാരായവൻ വസ്തുതി ദേശത്തിനും കാലത്തിനും അതീതമായി വർത്തിക്കുന്നത് എന്താണോ അതാണ് ഭഗവാൻ. ഏഴ് സാഗരവും കടന്നാലും അവിടെ കാണാൻ നാരായണനെ, ആ നാരായണനെ തന്നെയാണോ കണ്ടത് ഇവിടെ കണ്ടത്. അങ്ങനെ തന്നെ അല്ലേ ജലത്ത് ധർമ്മം കൊണ്ടിരിക്കുന്ന വേദബ്രാഹ്മണൻ വലതുതരത്തിൻ്റെ ആധാരമായിട്ട് വിളങ്ങിയിരിക്കുന്നതായ സർവോത്കൃഷ്ടമായിട്ട് നിറഞ്ഞിരിക്കുന്ന വൈകുണ്ഠമൂർത്തി തന്നെ ഭഗവാൻ കാലത്തിന് എല്ലാ പ്രകാശങ്ങളും അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാവുമെന്ന് കേട്ടോ. ധനവും ധാന്യവും വീര്യവും ആരോഗ്യവും എന്ന് വേണ്ട, എപ്പോഴാണോ ഭഗവാന്റെ അനുകൂലം വേണ്ടത് അവിടെ ഉണ്ടാകും. ദൃശ്യമായിട്ട് വിശ്വാസമുണ്ടല്ലോ. ഈ കന്യരാശിന്റെ ലയിച്ച് ചേർന്ന് കളിച്ചോ ഒരു സ്മരണ മതി. ഒരു സ്മരണ മാത്രം മതി. ഈ കന്യരാശിയുടെ സ്മരണ മാത്രം മതി കേട്ടോ പൈസങ്ങളെ. ആ സ്മരണയിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഭഗവാൻ അങ്ങനെയുള്ളതാരാണ്. ഗുണം വരണം ഗുണം വരണം. മംഗല്യസൂക്തം എന്നിരിക്കുന്നതായ ചരടറ്റു പോകാണ്ട് തക്കവണ്ണം, വിധവാദത്വത്തിന് വെല്ലുവിളി വരുത്താണ്ട് തക്കവണ്ണം, തൊട്ടിലാടിയെന്നും വെള്ളകളിലെന്നും രണ്ടവസ്ഥയെ വരുത്താണ്ട് തക്കവണ്ണം ഇങ്ങനെയുള്ളതായ സന്തോഷം ഭഗവാനെ കാണാനും കണ്ടുകാണിക്കുവാനും ദർശനാനും സ്പർശഭാഗ്യത്തിലേക്ക് സാധിച്ചത് മഹാഭാഗ്യമെന്ന് എതിർക്കോട്ടെ. നളകൂപര മണിഗ്രീവന്മാർക്ക് മോക്ഷത്തെ നൽകിയിരിക്കുന്നതായ മുകുന്ദമൂർത്തിയല്ലേ ഭഗവാൻ. ആ ഭഗവാന്റെ കടാക്ഷം കുലബന്ധുവായിരിക്കുന്ന ബന്ധുത്വം മാതങ്കിയിൽ അതുപോലെ തന്നെ തത്തിക്കളിക്കുന്നുണ്ട് ബന്ധുത്വം കൊണ്ട്. ഏതായാലും നന്മയായിരിക്കുന്നതായ അനുകൂലം വാരിക്കൂടി തരുന്നുണ്ട് കേട്ടോ. ഭഗവാന്റേതായിരിക്കുന്നതായ ഈ വൈഷ്ണവ തേജസ്സിനെ ആവോളം മറിഞ്ഞവരില്ലേ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ അനുകൂല ഭാവത്തിൻ്റെ തന്നെയാണ് ഭഗവാനെ നിങ്ങൾ കണ്ടത്. നിങ്ങളെന്നിരിക്കുന്നതായ ഇല്ലമൂരത്തിൻ്റെ പരാശക്തിയായിരിക്കുന്നതായ അമ്മയുടെ അനുകൂലം ആവോളം നേടിയവരുമാണ് നിങ്ങൾ. ആയാലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുകൂല ഭാവത്തിങ്ങൾ ഭഗവാനെ പുലർകാലത്തിങ്ങൾ കാണുവാൻ സാധിച്ചത് മഹാപുണ്യമെങ്കിൽ അന്ധകാരം എന്നിരിക്കുന്നതായ ധ്വാന്തങ്ങളൊന്നും വിട്ട് വിലക്കാണ് തക്കവണ്ണം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ പരിരക്ഷയോടുകൂടി കുട്ടിയെടുത്ത് രക്ഷിച്ചു കൊടുക്കുക. താങ്ങായിട്ടും തണലായിട്ടും ഈ ഭഗവാനിൽ നിന്നുണ്ടാകുന്നു. അത്യാവശ്യം കൃതിയുള്ള ഇല്ലാത്തവർ ഇവിടെ വേണ്ടേ. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കനകചൂർണമല്ലേ, എടുത്തു പൊരുക്കുന്നതിൻ്റെ മഹാത്മ്യമല്ലേ ഇങ്ങനെയുള്ളതായ കളത്തേരിൽ എൻ്റെ കമ്പനി മുൻകാരിക്കാൻ ചെയ്യും. എന്നാൽ കമ്പനി അറിയണം ആരാണ്. സന്തോഷം. ഏതായാലും നഷ്ടദേവേന്ദ്രത്വത്തെയും ദൈത്യാധിപത്യത്തെയും നിരാകരിക്കുവാനായിക്കൊണ്ട് മാണിയായിട്ട് മണ്ണളന്നതായ മായവും തന്നെ ഇങ്ങനെയുള്ളതായ ഭഗവാന്റേതായിരിക്കുന്ന എല്ലാ ലീലയെങ്കിലൊന്നും പെടുത്താതെ നിങ്ങളെ രക്ഷിച്ചു പോരണം. നടക്കുന്നാൽ എല്ലായിടത്തൊക്കെ വന്ന് മുടിക്കുന്നതായ മുന്നതായ കല്ലിക്കും വാട്ടത്തെ തീർത്തിട്ട്
ആയാലും ഏറ്റവും വ്യക്തമായ ആ ഭാവത്തിൻ്റെ തന്നെ പുലർക്കാലത്തിൻ്റെ ഞങ്ങളെ ഒന്ന് കൂടിക്കാണുവാൻ സാധിച്ചത് മഹാപുണ്യമെന്ന് കരുതിക്കപ്പെട്ട നിങ്ങൾ എന്തിരേക്കുന്നതായ ശരീരത്തിനകത്ത് വേദനകളൊന്നും ഇല്ലാണ്ട് തക്കവണ്ണം വേദാന്ത വേദനായിരിക്കുന്നതായ ഭഗവാന്റെ സംരക്ഷണത്തോടും കൂടിയിട്ട് കാലം കഴിക്കുവാനുള്ളതായ മഹാപുണ്യം ജഗതോദ്ധാരകനായിരിക്കുന്ന മന്ത്രോദ്ധാരകൻ നൽകി തന്നെ പരിപാലിച്ചു വരുന്നു. ഈ ഒരു സ്പർശനം മാത്രം മതിയല്ലോ, ഈ ഒരു സ്പർശനം മാത്രം മതി. അഹല്യയ്ക്കും ഭഗവാൻ കൊടുത്തത് അത് മാത്രമല്ലേ, ആ സ്പർശനമാണ് പന്ത്രി. ഞാനിപ്പോൾ നൽകിയത് കേട്ടോ, നളകൂപരമണിദേവന്മാർക്ക് മോക്ഷത്തെ നൽകിയിരിക്കുന്ന ജഗതുദയ ദുരിത നിവാരണകരനായിരിക്കുന്ന ശ്രീമന്നാരായണമൂർത്തിയുടെ ദർശനം സ്പർശനവും ആവോളം ആയതുകൊണ്ട് എന്നുമുണ്ട് കേട്ടോ. അല്ലാതെ കാര്യങ്ങളും എല്ലാവരോടും തന്നെ ഗുണം വരണം ഗുണം വരണം ഗുണം വരണം ഗുണം വരണം ഗുണം വരണം. തുളു 32 മലയാളം 32 ആർശേരി 64 ഗ്രാമം 14 14 ഗോത്രം 36,000 തന്ത്രിപര്യന്മാർ അവരുടേതായിരിക്കുന്ന വേട്ടവേളിക്കും ബ്രഹ്മനൂലിനും അശ്വത്ഥ പ്രദക്ഷിണത്തിനും അകതായ കൂടാതെ തക്കവണ്ണം പരിപാലിച്ച് രക്ഷിച്ചു പോരുവാനായിക്കൊണ്ട് ജഗതുദയ ദുരിത നിവാരണകരനായിരിക്കുന്ന ശ്രീമന്നാരായണമൂർത്തി നിങ്ങൾക്കെന്നും അനുകൂലദേവനായിട്ടുണ്ടാകുന്നു പ്രാർത്ഥിച്ചു പോരാറാവട്ടെ. എല്ലാവരോടും തന്നെ സമസ്തമൊഴിയാകുക ഇല്ലേ തന്ത്രി. ഇനിയിപ്പോൾ ഇങ്ങനെ എൻ്റെതായിരിക്കുന്ന അശ്വത്ഥത്തിൻ്റെ കൈയെടുക്കാമല്ലോ തന്ത്രി, കൈയെടുക്കാമല്ലോ. എല്ലാ കാര്യങ്ങളും ചൊല്ലാം.
വീണ്ടും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മുഹൂർത്തം. ഞാൻ എന്നും ചൊല്ലുന്നത് പോലെ ഇത് മർത്യന്മാർക്ക് എന്തെങ്കിലും അറിയോ തന്ത്രി? ഇല്ല. അവർ ചിലപ്പോൾ ചിന്തിക്കും, എന്താണ് ഇവർ ഘോഷ്ടി കാണിക്കുന്നത് എന്നല്ലേ ചിന്തിക്കും. ഇതിൻ്റെ മഹാത്മ്യത്തെ അറിഞ്ഞാലോ അപ്പോൾ നിങ്ങളെ പൂവിട്ട് പൂജിക്കുകയും ചെയ്യും. അല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ അനുഭവത്തിങ്കൽ, ഈ കാലഘട്ടത്തിങ്കൽ ഏറ്റവും അനുകൂലത്തിങ്കൽ നിലകൊള്ളണമെങ്കിൽ ജീവശ്വാസം, ജീവവായു വേണം. അല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ളതായ അശ്വത്ഥം നിലകൊള്ളുന്നത്. എന്തുകൊണ്ട് 7 പ്രദക്ഷിണം ഇല്ലേ തന്ത്രി? പ്രദക്ഷിണത്തിനും ഒരു കണക്കില്ലേ? അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ലിഖിതം ചെയ്തതാണ്. അപ്പോൾ അതിനെ ആചാരപൂർവം കൊണ്ടാടുവാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അതാണ് ഏറ്റവും പരമപുണ്യം. ഇടിഞ്ഞ ദേവാലയത്തെയും തൂർന്ന കിണറിനെയും രാജഭ്രഷ്ടനായിരിക്കുന്ന രാജാവിനെയും സംരക്ഷിക്കുന്നവൻ ആരാണോ, ഉറങ്ങുന്ന വിദ്യാർത്ഥിയെ ഉണർത്തുന്നവൻ ആരാണോ, അവരാണ് ഏറ്റവും ഉത്തമൻ. പുരുഷനിൽ ഉത്തമൻ, പുരുഷോത്തമൻ ഈ കമലേശായി തന്നെ. ഏതന്ത്രി? പുരുഷനിൽ ഉത്തമൻ ഈ പന്നകശായി തന്നെ. അതേ പന്നകശായിയുടെ ഭാവത്തെങ്കിലാണ് നിങ്ങളും ഈ കർമ്മങ്ങൾ കൊണ്ടാടുമ്പോൾ സിദ്ധിക്കുന്നത്. അല്ലേ തന്ത്രി? അതിനുള്ളതായ ഭാഗ്യവും യോഗവും സിദ്ധിച്ചുവെങ്കിൽ ഇനിയും ഇനിയും മഹാലോകർ പുകഴ്ത്തുവാനായിക്കൊണ്ട് ഇനിയും ഉയരട്ടെ. അല്ലേ തന്ത്രി? എല്ലാം കൊണ്ടും ഉയരട്ടെ. അർത്ഥം കൊണ്ടും ധർമ്മം കൊണ്ടും നാമങ്ങൾ കൊണ്ടും നാമുച്ചാരണങ്ങളെ കൊണ്ടും പുകഴ്ത്തട്ടെ. അങ്ങനെയല്ലേ നിങ്ങൾ കീർത്തിമാന്മാരായത്? പൂർവികന്മാരായിരിക്കുന്ന സത്തമന്മാർ അങ്ങനെയല്ലേ കീർത്തിമാന്മാരായത്? സൽസംഗം കൊണ്ട് സൽക്കർമ്മങ്ങളും, സൽക്കർമ്മങ്ങളിലൂടെ സൽഗുണങ്ങളും, സൽഗുണങ്ങളിലൂടെ സൽകീർത്തിയും. അങ്ങനെ നിങ്ങളെല്ലാവരും കീർത്തിമാന്മാരായി വാഴുവാനും വളരുവാനുമുള്ളതായ മഹാഭാഗ്യം രാജാവായിരിക്കും. ശേഷം തന്ത്രി ഒരു പൂജ ഇല്ലേ? കേൾക്കുമ്പോൾ നിസാരമായിരിക്കുന്ന ശബ്ദം, 2 അക്ഷരം. എന്താണ് പൂജ? പുരുഷാർത്ഥങ്ങളെ ജനിപ്പിക്കുന്നത് എന്താണോ അതാണ് പൂജ. ചതുർവിധമായിരിക്കുന്ന ആ പുരുഷാർത്ഥങ്ങളുണ്ട് ഇല്ലേ തന്ത്രി? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായിരിക്കുന്ന വികാരങ്ങളിലൂടെ അതിലെ ബുദ്ധിതന്മാരാകാണ്ട് തക്കവണ്ണം അതിനെ ഉണർത്തുവാനായിക്കൊണ്ടാണ് പൂജകൾ ചെയ്യുന്നത്. ആ പൂജകൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനേകമായിരിക്കുന്ന മൂല്യങ്ങൾ സിദ്ധിക്കുന്നത്. പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ധർമ്മമുണ്ടായാൽ കാമമുണ്ടാവും, അതിലൂടെ അർത്ഥമുണ്ടാവും, അതിലൂടെ മോക്ഷപ്രാപ്തിയിലേക്കെത്തും. അതാണ് ജീവിത പര്യവസാനം. അതെല്ലാം നേടുവാനല്ലേ നിങ്ങളെല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ ചെയ്യുവാനും ഇതിൽ ഭാഗവാക്കാകുവാനും തന്ത്രിക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ളതായ യോഗവും ഭാഗ്യവും സിദ്ധിക്കുവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചോ കേട്ടോ തന്ത്രി. നന്മയായിരിക്കുന്ന എല്ലാ അനുകൂലങ്ങളും ഇതാ ഭഗവാൻ വായിക്കൊടുക്കുന്നു എല്ലാവരോടും തന്നെ.
നാദ ആലാപനങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി വളരട്ടെ നിങ്ങൾ. ഭഗവാന്റെ കടാക്ഷമുണ്ടാവും.
സന്തോഷം. വൃക്ഷത്തിന് കോട്ടമില്ലല്ലോ. ബ്രഹ്മജ്ഞാനേന്ദു ബ്രാഹ്മണ. എന്നാൽ ബ്രഹ്മജ്ഞാനമുണ്ടെങ്കിൽ മാത്രം ബ്രാഹ്മണ്യം ഉണ്ടാവുമോ? യോഗസ്തമോ തപോധ്യാനം സത്യം ശബ്ദം ദയാശ്രിതം വിദ്യാവിജ്ഞാനമാസ്തഖ്യമേതത് ബ്രാഹ്മണ്യ ലക്ഷണം. അതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ലക്ഷണം. ഉപനയന കർമ്മ ഇല്ലേ, ജനനം മർത്യനായിട്ട് തന്നെയാണ്. ഉപനയന കർമ്മത്തോടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ളതായ ഒരു ബ്രഹ്മജ്ഞാനത്തിങ്കിലേക്ക് ലയിക്കുന്നത്. ആ ജ്ഞാനത്തിനെങ്കിലേക്ക് ലയിക്കുകയും പൂജാതി കർമ്മങ്ങൾ അഭ്യസിക്കുകയും അതിനെ വേണ്ടുവോളം കർമ്മിക്കുവാനും ഉള്ളതായ ഒരു ഭാഗ്യവും യോഗവും സിദ്ധിച്ചുവല്ലോ തന്ത്രി. ഇത് തന്നെ മഹാപുണ്യം. 64 കരകളിലും വിളങ്ങിയിരിക്കുന്നത് ഈ ഭാഗവ പുരുഷൻ തന്നെയല്ലേ. ഓം നമോ ഭഗവതോ വാസുദേവായ എന്നിരിക്കുന്ന ആ മന്ത്രങ്ങളോടും കൂടിയിട്ട് തന്നെയല്ലേ കാലം കഴിക്കുന്നത്. അത് എന്നും ഇനിയും അനുവർത്തിച്ചോ. വേണ്ടുന്നത് വേണ്ടയിടത്ത് നിന്ന് രക്ഷിച്ചു പോരുവാനായിക്കൊണ്ട് നീലമേഘശ്യാമള കോമളവർണ്ണനായിരിക്കുന്നതായ ഈ കായാമ്പൂ മണിവർണ്ണൻ എന്നും കൂടെ ഉണ്ടാകുമെന്ന് കണ്ട് കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാണ്. അത് വീണ്ടും അനുവർത്തിച്ചു പോരുവാനുള്ളതായ ഒരു ഭാഗ്യം ഉണ്ടായി ചേർന്ന് കളിക്കുന്നുണ്ടല്ലോ. ആയിപ്പെടുത്തിട്ട് വിദ്യാശി ആധാരമായിട്ടുള്ള ജീവിതവും ആരോഗ്യവും വ്യക്തമാലും നൽകിയിട്ടുമുണ്ട്. വേദനകളൊന്നും ഇല്ലാതെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ സന്തോഷത്തോടും താരങ്ങളത്തോടും കൂടിയിട്ട് കളിച്ച് വളരുവാനുള്ളതായ മഹാഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. എന്നും നൽകി തമ്മിലെ നാരായണൻ ഇനിയുമുണ്ട്. ഈ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളെ ഒക്കെ നാളും മുകൾ കൂട്ടി തരുവാനായിക്കൊണ്ട് ഇങ്ങനെയുള്ളതായ വൈഭവം ഏറിയിരിക്കുന്ന ശക്തി എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാവട്ടെ. പിതാവിൻ്റെ പുണ്യം പോലെ കാകനും പരുന്തിന് വിട്ടുകൊടുക്കാണ്ടതൊക്കെ വണ്ണം പരിപാലിച്ച് രക്ഷിച്ചു പോരുവാനായിക്കൊണ്ട് പരമാണു പൊരുളിലും പുരണമായി വിളങ്ങുന്ന ഈ പരമപ്രകാശം എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കണ്ട് കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാവട്ടെ. ആയതുകൊണ്ട് കുടുംബാംഗങ്ങളെയും വേദനകളെയും ഒന്നും ഇല്ലാണ്ടതൊക്കെ വണ്ണം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ മംഗല്യ സൂക്തത്തോടും കൂടിയിട്ട് തന്നെ മംഗല്യ സൂക്തം എന്നിരിക്കുന്നതായ ചിലരുടെ അറ്റുപോകാണ്ടതൊക്കെ വണ്ണം വിഭാഗത്തിന് തെരുവഴി വരുത്താണ്ടതൊക്കെ വണ്ണം ാടിയെന്നും പിള്ള തള്ളിയെന്നും രണ്ടവസ്ഥയെ വരുത്താണ്ടതൊക്കെ വണ്ണം മഹാലോകർക്ക് എന്നും വന്നിക്കുവാനുള്ളതായ അനുകൂല ഭാവം നൽകിയിട്ട് പരിപാലിച്ചു പോവുക. ഭഗവാനെയും കൂടെ ഉണ്ടാകുമെന്ന് കണ്ട് കരുതി പ്രാർത്ഥിച്ചു പോരാറാവട്ടെ. എല്ലാവരോട് തന്നെ മഹാഭാഗ്യം. തൊഴിലേക്ക് പെരുവഴി വരുത്താണ്ടതൊക്കെ വണ്ണം ആഗ്രഹിച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളെയും മുകൾ കൂട്ടി തന്നിട്ട് സന്തോഷമൊരു സ്ഥലം വാഴുവാനുള്ളതായ മഹാഭാഗ്യത്തെ ഇങ്ങനെയുള്ളതായ ചന്താവനാശൻ പകർന്നു നൽകി പരിപാലിച്ചു പോരുമെന്ന് കണ്ടു കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാവട്ടെ കേട്ടോ. എല്ലാ മഹാപുണ്യവും നൽകി തന്നു പോരുവാനായിക്കൊണ്ട് ഭഗവാൻ എന്നും ഉണ്ടാവും. ദീർഘായുസോടും കൂടിയിട്ട് വാഴുവാനുള്ളതായ മഹാഭാഗ്യം ഇതാ ഭഗവാന്റെ വാരിക്കോരി തരുന്നു കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും മായ്പെടുക്കത്തെ നിരാശാധാരമായിട്ട് നിലകൊള്ളുന്നതായ ഇങ്ങനെയുള്ളതായ മാധവൻ നിങ്ങൾക്കെന്നും നൽകിത്തന്ന് പരിപാലിച്ചു പോരുമെന്ന് കണ്ടു കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാവട്ടെ. കൈയെടുക്കട്ടെ. ഇനി സംവത്സരങ്ങൾ ഒന്ന് തികഞ്ഞിട്ടാവാം ഈ എടപ്പരിവഴിയം പരമാധാരമായിട്ട്. അത്ര വരേക്കും എല്ലാ സൗഖ്യാനുസമ്പൽ സമൃദ്ധിയും നൽകിയിട്ട് നിങ്ങളെ പരിപാലിച്ചു പോരുവാനായിക്കൊണ്ട് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും. സന്തോഷം. പ്രാർത്ഥന നടത്തിയതും പരമാർത്ഥം എന്ന് വരിക നിങ്ങളെന്നരക്കുന്നതായ ജീവിതത്തെ സാർത്ഥകമാക്കിയിട്ട് കടം കൊള്ളുവാനും കരവരുത്തുവാനും ദത്തിനും വരുവഴി വരുത്താണ്ടതൊക്കെ വണ്ണം ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് വാഴുവാനും വളരുവാനുമുള്ളതായ മഹാഭാഗ്യത്തെ തന്നെ നിങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ചു പോരുമെന്ന് കണ്ട് കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാറാവട്ടെ കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും നൽകിത്തന്ന് പരിപാലിക്കും. വിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ദേവനല്ലേ. യുദ്ധം ചെയ്തവനും ശരണം പ്രാപിച്ചവനും ഒരുപോലെ മോക്ഷത്തെ നൽകിയിരിക്കുന്നതായ ഈ മുകുന്ദമൂർത്തിയുടെ ആപാദ ചൂടം നിങ്ങൾ ശ്രമിച്ചതും പരമാർത്ഥം എന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ അനുകൂലങ്ങളെയും തന്നിട്ട് ധനധാന്യ രീതി ആരോഗ്യ ഗൃഹശുക്ര വസ്തുക്കളോടും കൂടിയിട്ട് വാഴുവാനും വളരുവാനുമുള്ളതായ എല്ലാ മഹാഭാഗ്യവും ജഗദീശ്വരൻ നൽകിത്തന്നെ പരിപാലിച്ചു പോരുമെന്ന് കണ്ടുകൊണ്ട്
ആയുസോടും കൂടിയിട്ട് വാഴുവാനുള്ളതായ മഹാഭാഗ്യം വായ്പെടുത്തിട്ട് നിരാശ ആധാരമായിട്ട് നിലകൊള്ളുന്നതായ ഈ പരദേവത നിങ്ങൾക്ക് നൽകിത്തന്നു പോരുമെന്ന് കൊണ്ട് കരുതി എടുക്കാം. സന്തോഷം. സംവത്സരങ്ങൾക്ക് പിന്നിട്ട് വീണ്ടും ആലയം മുമ്പേതമായിട്ടും തിരുവനന്തപുരം ആധാരമായിട്ട് കൂടി കാണുവാൻ സാധിക്കും. പറയാനുണ്ടോ? എല്ലാം കൈയെടുക്കുന്നുണ്ടല്ലോ കഞ്ചാശി ഏതായാലും അന്വേഷണം കഴിക്കണമല്ലോ. വിതുമ്പുന്നതായ മനസ്സല്ലേ മന്ത്രി, ക്ഷേമാന്വേഷകനല്ലേ ഭഗവാൻ. ആരെ കണ്ടാലും ഭക്തന്മാരെ കണ്ടാലും ആദ്യം ചോദിക്കേണ്ടത് സുഖമാണോ എന്നാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു കേട്ടോ, അന്വേഷണം കഴിച്ചു. എന്ത് വേദനകളുണ്ടെങ്കിലും എല്ലാ വേദനകളെയും തീർത്തിട്ട് ഈ വേദാന്ത വേദ്യൻ ഒരു സംരക്ഷിച്ചു പോരുമെന്ന് കണ്ട് കരുതിയിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി നിലനിന്നോ കേട്ടോ. ഇടപ്പരി വഴിയമ്പലം ആധാരമായിട്ട് ഭഗവാൻ ഇന്ന് തരുന്നതായ അനുകൂലം. എന്ത് പരിഭ്രാന്തി ഉണ്ടെങ്കിലും എന്ത് വേദനകളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം വേറെ അറുത്തിട്ട് സന്തോഷവും താലോലവും തന്നിട്ട് സന്താപമാകുന്ന ചെന്തിയിലിട്ട് വലയ്ക്കാണ്ടതൊക്കെ വണ്ണം കണ്ണിലെ കണ്ണുനീര് വീണത് പരമാർത്ഥം എന്ന് വരികിൽ അത് ഭഗവാന്റേതായിരിക്കുന്ന പാദത്തിങ്കിലേക്കാണ് വീണത് എന്ന് മാത്രം കരുതിയിരുന്ന അതിന് വേണ്ടുന്നതായ അനുകൂലങ്ങൾ ഭഗവാൻ പകർന്നു തന്നു. എല്ലാം കളിച്ചമുതൽ ആധാരമായിട്ട് ഞാൻ ചൊല്ലാം. ആ കാലമേരത്തിലാവട്ടെ ഇപ്പോൾ കണ്ടിരിക്കുന്നതായ അനുഭവത്തിങ്കിൽ ഗുണം വരണമെന്നിരിക്കുന്നതായ മൊഴിയെടുത്ത് വിശേഷിക്കുന്നു. എല്ലാ ഭാഗ്യങ്ങളും യോഗങ്ങളും ഭഗവാൻ തരാം. കൈയെടുക്കുന്നു കേട്ടോ. കണ്ണ് കൈകൾ ശ്രീരാമോദാര കാലത്തന്നെ മഹാതോരണം ഭഗവാൻ കയ്യേറ്റത് ഭരതന് വേണ്ടി ഭരതനുണ്ടാക്കിയിരിക്കുന്നതായ മകരത്തോരണം ജയിച്ചിലേറിയവർക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ തോരണം. ആ തോരണം ഭഗവാൻ കയ്യേറ്റുന്നത് എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ ജയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പതിയെ 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 ഉയർത്തുന്നുണ്ട്. അനുഭവിക്കുന്നതായ അനുഭവത്തെ ഉയർത്തുന്നുണ്ട് ഭഗവാൻ കേട്ടോ. ആ എല്ലാ വിജയത്തിനും വേണ്ടിയിട്ട് നാരായണൻ വീണ്ടും നിങ്ങളുണ്ടാക്കിയിരിക്കുന്നതായ മകരതോരണത്തെ ഭഗവാൻ കയ്യേറ്റുന്നു കേട്ടോ.
ಕುಕ್ಕುಜಡ್ಕ ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಸಂಪೂರ್ಣ ಅನುಗ್ರಹವನ್ನು ಬೇಡುತ್ತಾ ಮುಂದಿನ ಸಂಚಿಕೆಗಳಲ್ಲಿ ಮತ್ತಷ್ಟು ದೈವದೇವರ ಮಾಹಿತಿಗಳೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ನಮಸ್ಕಾರ.